മലയാള സിനിമയിലെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നടനായിട്ടുള്ള മമ്മൂട്ടിയെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കാൻ പോണത്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മേഖലയല്ല, അഭിനയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു പശ്ചാത്തലം എനിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഡ്രാമ സ്കൂള് തുടങ്ങാൻ വേണ്ടി നേതൃത്വം നൽകിയ നാടകാചാര്യനായിട്ടുള്ള ജി ശങ്കരപ്പിള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ പതിവായിട്ട് രണ്ട് അഭിനേതാക്കളെ കുറിച്ച് പറയാറുണ്ട്. ഒരാള് ഇറ്റലിയിൽ നിന്നുള്ള ആളാണ്, മറ്റൊരാള് ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. ഇറ്റലിയിൽ നിന്നുള്ള സാൽവിനി, ഇംഗ്ലണ്ടിൽ നിന്നുള്ള എഡ്മണ്ട് കീൻ. എഡ്മണ്ട് കീനിനെ കുറിച്ചൊരു നാടകം സാർത്ര എഴുതിയിട്ടുണ്ട്, എഡ്മണ്ട് കീൻ എ സ്റ്റഡി ഇൻ ഡിസോർഡർ. അദ്ദേഹം ഒരു പ്രതിഭാശാലിയായിട്ടുള്ള നടനായിരുന്നു, ഷേക്സ്പിയർ നടനായിരുന്നു. നാടകം തുടങ്ങുന്ന നേരത്ത് പലപ്പോഴും അദ്ദേഹത്തിനെ സ്ഥലത്തൊന്നും കാണാതെ ആളുകള്, നാടക പ്രവർത്തകര് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലുള്ള ഈസ്റ്റ് ഷീപ്പ് എന്നുള്ള സ്ഥലത്ത് പോയിട്ട്, മദ്യശാലകളുള്ള ഈസ്റ്റ് ഷീപ്പ് എന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരിക ചെയ്യാന്നാ പറയാ. എന്നിട്ട് വേദിയിൽ നിർത്തിയിട്ട് വെറുതെ ചെവിയിൽ പറയും ഒതല്ലോ. അത് കേട്ടാ മതി, പിന്നെ അദ്ദേഹം അവിടെ ഒതല്ലോ ആയിട്ട് ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ് പതിവ്. എന്നാൽ സാൽവിനി അങ്ങനെയല്ല. ഇറ്റലിക്കാരനായ സാൽവിനി അതേ നാടകം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ എത്തും അവിടെ. എന്നിട്ട് വേദിയില് ധ്യാനനിരതനായിട്ട് ഇരിക്കുന്നതാണ് പറയാം. ആ ഒരു തരം ആത്മസമർപ്പണത്തോടുകൂടി ധ്യാനനിരതനായിട്ടിരിക്കുന്ന സാൽവിനി. അദ്ദേഹം ജി ശങ്കരപ്പിള്ള ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് സ്റ്റാനിസ്ലാവ്സ്കിയുടെ റഷ്യൻ സൈദ്ധാന്തികനായിട്ടുള്ള സ്റ്റാനിസ്ലാവ്സ്കിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഈ മമ്മൂട്ടി എന്ന മഹാനടന്റെ പ്രകടനങ്ങൾക്ക് പിറകില് ഈ സാൽവിനിയുടേത് പോലെയുള്ള ഒരു ആത്മസമർപ്പണമുണ്ട്. അദ്ദേഹം അത് വർഷങ്ങളിലൂടെ ഉള്ള സാധനയിലൂടെ കൂടി നേടിയെടുത്തിട്ടുള്ള ഒന്നാണ്. ഈ അഭിനയത്തോടുള്ള അഭിനിവേശം കൂടി അതിന് പിറകിലുണ്ട്, ആ പാഷൻ കൂടി അതിന് പിറകിലുണ്ട്. ആ അഭിനിവേശം, ആ ആത്മസമർപ്പണം, ആ പ്രതിബദ്ധത, കലയോടുള്ള പ്രതിബദ്ധത കൂടുതൽ ആഴത്തില്, കൂടുതൽ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തില് തെളിഞ്ഞ് വരുന്നത് ഒരു പക്ഷേ ഈ പ്രായത്തിലും കൂടിയാണ് എന്നുള്ളത് ഒരു സവിശേഷതയാണ്. മമ്മൂട്ടിയുടെ പ്രകടനത്തെ പറ്റി, അഭിനയത്തെ പറ്റി ഓർക്കുമ്പോൾ കുറച്ച് കഥാപാത്രങ്ങള് ഇപ്പൊ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അതില് ഒരു കഥാപാത്രം തീർച്ചയായിട്ടും
സമീപകാലത്ത് തന്നെ ആകർഷിച്ച ലിജി ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നൻപകൽ നേരത്തെ മയക്കം എന്നുള്ള ചിത്രത്തിലെ പ്രകടനമാണ്. ഒരേ സിനിമയില് അദ്ദേഹം മലയാളിയും തമിഴിനുമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. കേരളത്തിൽ നിന്ന് ഒരു സംഘം ആളുകള് ബസ്സില് വേളാങ്കണ്ണി പോയിട്ട്, വേളാങ്കണ്ണി യാത്രയാണ്, അതിനിടയ്ക്ക് ഒരു ഗ്രാമത്തിലെത്തുന്നു. അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്രിസ്ത്യൻ കഥാപാത്രം തമിഴ്നാട്ടിലെ ഒരു ഹിന്ദു കഥാപാത്രമായിട്ട് മാറുകയാണ്. സുന്ദർ എന്നുള്ള കഥാപാത്രമായിട്ട് മാറുകയാണ്. അപ്പൊ ആ ഭാവപകർച്ച നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തിന്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് തോന്നുന്നുണ്ടായി. പിന്നെ ഓർമ്മയിൽ വരുന്നത് അടൂരിന്റെ സിനിമകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനമാണ്. അടൂരിന്റെ 2 സിനിമകളില് അദ്ദേഹം കേന്ദ്ര കഥാപാത്രമാണ്. വിധേയനും മതിലുകളും. അതില് മതിലുകളിലെ അഭിനയത്തെ കുറിച്ച് ഫോബ്സ് ഇന്ത്യ പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ മികച്ച 25 പ്രകടനങ്ങളിൽ ഒരു പ്രകടനമാണ് എന്നാണ്. മതിലുകൾ എന്ന സിനിമയില് അദ്ദേഹം ബഷീർ എന്നുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ ശബ്ദ സാന്നിധ്യമായിട്ട് അഭിനയിച്ചത് KPSC ലളിതയാണ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. മറ്റൊരു പ്രധാനപ്പെട്ട അടൂർ സിനിമ, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള അടൂർ സിനിമ വിധേയനാണ്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്നുള്ള സക്രിയയുടെ കൃതിയെ ആധാരമാക്കിയിട്ടുള്ള വിധേയൻ. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ പെടുത്താവുന്ന ഒരു വേഷമാണത്. അതില് ഒരർത്ഥത്തിൽ അദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രമാണ്, ക്രൂരനായിട്ടുള്ള കഥാപാത്രമാണ്, കൊലപാതകയായുള്ള കഥാപാത്രമാണ്. എന്നാൽ ഭാര്യയെ കൊന്ന ശേഷം ആ കഥാപാത്രത്തിന് പതുക്കെ പതുക്കെ സംഭവിക്കുന്ന മാനസാന്തരം ആണ് മമ്മൂട്ടി ആ ചിത്രത്തില് ഈ ഭാസ്കര പട്ടേലർ എന്നുള്ള കഥാപാത്രത്തിന്റെ അവതരണത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതില് ഒരു രംഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും ഏറെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. നാടകത്തിലെ അഭിനയം എന്ന് പറഞ്ഞാൽ അത് അഭിനേതാക്കളുടെ വേദിയിൽ നിന്നുള്ള കൂട്ടായ്മയിലുള്ളൊരു പ്രവർത്തനമാണ്. അവരുടെ ശബ്ദവും അവരുടെ ശരീരവും ഒക്കെ മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ ക്യാമറ ആംഗിള് മാറുന്നില്ല, സമീപ ദൃശ്യങ്ങളില്ല. ശബ്ദത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. മുമ്പിലിരിക്കുന്ന ആളുകള് ഒരു ശബ്ദത്തിന്റെ ക്ലോസപ്പിലാണ് ചിലപ്പോൾ കേൾക്കുക. ഏറ്റവും പിന്നിലിരിക്കുന്ന ആള്
ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റൻസ് ഷോട്ടിലാണ് കേൾക്കണതെന്ന് പറയാം. സിനിമയില് അങ്ങനെയല്ല. ഇതില് ഈ ഭാസ്കര പട്ടേലര് തൊമ്മിയെ ചവിട്ടുന്നൊരു രംഗമുണ്ട്. തൊമ്മിയായിട്ട് ബാബുകുമാറാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആ രംഗം, ആ ചവിട്ടുന്ന രംഗം വിധേയനിൽ നിന്ന് ഓർക്കുകയാണ്. അതേപോലെ ഈ പട്ടേലരെ ഈ ഭാര്യയെ കൊന്നുള്ള ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് പിന്തുടരുന്നത് ഓർക്കുന്ന ഒരു ഭാഗം. ഭാര്യയെ കൊന്നപ്പോ, ഞാൻ അവളെ കൊന്നപ്പോ അവൾക്ക് വേദനിച്ചിട്ടുണ്ടാവുമോ എന്ന് പിന്നീട് ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു സിനിമ ഓർമ്മയിൽ വരുന്നത് ഭരതന്റെ അമരത്തിൽ അച്ഛന്റെ കഥാപാത്രമാണ്. മാധു ആണ് മകളുടെ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അമരത്തിലെ അദ്ദേഹം മമ്മൂട്ടി ഒരു മുക്കുവന്റെ, ഒരു കടൽക്കരയിൽ ഒരു മുക്കുവന്റെ വേഷത്തിലാണ്. ഒരു അച്ഛന്റെ വേദനയാണ്, മകളോടുള്ള സ്നേഹമാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഏത് രാമൻകുട്ടിയാണാ പറഞ്ഞത് കാക്ക മലന്ന് പറക്കുമെന്ന്? ആ ദൂഷക്കാരും കണ്ണു കഴിക്കാരും കേൾക്കാൻ വേണ്ടി പറയാൻ. അച്ചുവിന്റെ മകള് ഫസ്റ്റ് ക്ലാസ്സിലാണ് ജയിച്ചത് കേട്ടാ. അച്ചുവിന്റെ മകള് അച്ചൂക്കാൽ എട്ടറ എഞ്ചിനീയർ. മമ്മൂട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നത് തനിയാവർത്തനമാണ്. സിബി മലയില് സംവിധാനം ചെയ്ത, ലോഹിതദാസ് എഴുതിയിട്ടുള്ള തനിയാവർത്തനം. ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ എങ്ങനെ സമൂഹത്തിന്റെ നടുവില് ഭ്രാന്തനായിട്ട് മുദ്രകുത്തപ്പെടുന്നു എന്നുള്ളത്. ആ ചലച്ചിത്രം തനിയാവർത്തനം ലോഹിതദാസിന്റെയും സിബി മലയിലിന്റെയും മമ്മൂട്ടിയുടെയും ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ്. മറ്റൊരു സിനിമ പത്തേമാരിയാണ്. പത്തേമാരിയെ കുറിച്ച് എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാല്, മലയാള സിനിമയില് ഈ മലയാളികളുടെ ഗൾഫ് യാഥാർത്ഥ്യം അവതരിപ്പിക്കപ്പെടുന്ന ഒരു സിനിമ എന്ന നിലയ്ക്കാണ്. ഗൾഫ് യാഥാർത്ഥ്യം നല്ല നിലയില് അതിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഈ പ്രവാസികളുടെ സുഹൃത്തുക്കള് പലരും അത് വേണ്ടത്ര യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ആ ചിത്രം എന്നെ വലിയ രീതിയിൽ സ്പർശിച്ചിട്ടുള്ള ഒന്നാണ്. അടുത്ത തിങ്കളാഴ്ച നിന്റെ അച്ഛന്റെ ആണ്ടാ. എനിക്ക് ഓർമ്മയുണ്ടമ്മേ. അല്ല, നിനക്ക് സുഖം തന്നെയല്ലേ മോനെ? അവനവന്റെ ആരോഗ്യം നോക്കിയിട്ടില്ല, അധ്വാനൊക്കെ മതിയിട്ടാ. ഞാൻ നളിനിക്ക് കൊടുക്കാം. എന്നാ. ഹലോ, എന്തൊക്കെയാ നിന്റെ വിശേഷം? മൊയ്തുക്കാന്റെ ആളുടെ കൊടുത്തിട്ട സാധനങ്ങളെ കിട്ടി. കുറച്ചു മിട്ടായി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രമേശിന് ഇപ്പൊ ടൈപ്പ് ഓടിക്കാനൊക്കെ പോണ്ട് കേട്ടോ. ഓ, നാരായണേട്ടന് എന്നാ വരാ? സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആ ചിത്രത്തില് ഒരു
ഒരു മിനിറ്റ് ഞാനൊന്ന് കടന്നു പോകുന്നുണ്ട്, ഒരു മാഷായിട്ട് കടന്നു പോകുന്നുണ്ട്. അതില് ക്യാമറാമാനെ ആയിട്ടൊരു അഭിമുഖം നടത്താൻ ചെന്നതാണ് അവിടെ. അപ്പൊ സുഹൃത്തുക്കൾ ആ സിനിമയിൽ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട്, സുനിൽ കാര്യാട്ടുകാരൊക്കെ ഹിന്ദു ഒക്കെ പ്രവർത്തിച്ചിരുന്നുകൊണ്ടായിരിക്കണം, അതിലൊരു മാഷായിട്ട് ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന രാഘവൻ എന്ന കഥാപാത്രത്തിന്റെ മൃതദേഹം വീട്ടിലെത്തുമ്പോൾ ദുഃഖാന്വേഷകനായിട്ട് കടന്നു പോകുന്ന ഒരു ഇതാണ്. സത്യമാരിക്ക് ഈ രണ്ട് രീതിയിലും പ്രാധാന്യമുണ്ട്. ഒന്ന് മമ്മൂട്ടിയുടെ പ്രകടനത്തിന്റെ സവിശേഷത, മറ്റൊന്ന് ഈ ഗൾഫ് യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ലോഹിതദാസിന്റെ ഭൂതക്കണ്ണാടി, അത് ലോഹിതദാസിന്റെ തനിയാവർത്തനത്തെ എഴുതിയതാണല്ലോ. തനിയാവർത്തനത്തിൽ എന്നതുപോലെ തനിയാവർത്തനത്തില് ഭ്രാന്തില്ലാത്ത ഒരാള് ഭ്രാന്തനായി മുദ്രകുത്തപ്പെടുന്നതാണ് എങ്കിൽ, ഭൂതക്കണ്ണാടിയില് ഒരു തരത്തില് ഉന്മാദത്തിലേക്ക് നീങ്ങുന്ന ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. കയ്യിലൊരു ഭൂതക്കണ്ണാടിയുണ്ട്. അദ്ദേഹം വാച്ചൊക്കെ നേരാക്കുന്ന ഒരാളായിരുന്നു. അപ്പോ ജയിലിലാണ് അദ്ദേഹം. എൻ്റെ മകള് വളർന്നു വരുന്നു, അതിന്റെ ഉത്കണ്ഠ അലട്ടുന്നത് കൊണ്ടാണ് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ഉന്മാദത്തിന്റെ ഒരു അതിർവരമ്പില് എത്തേണ്ടി വരുന്നത്. എന്താണ്, എന്തു പറ്റി? അറിയാതെ കാര്യം പറ. എന്താണോ അസുഖമല്ലോ? സംസാരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോവാ. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇദ്ദേഹം 8 സത്യന്തിക്കാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതില് ഒരു സിനിമ ഗോളാന്തര വാർത്തയാണ്. ഗോളാന്തര വാർത്തയില് ഒരു തരത്തില് ഒരു കോമിക് കഥാപാത്രമാണെന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അതില് എടുത്തു പറയേണ്ട ഒരു മമ്മൂട്ടി ചിത്രമായിട്ട് അതിനെ കാണാവുന്നതാണ്. കാരക്കുട്ടിൽ ദാസ് എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്. സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടിയെടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. 8 സത്യന്തിക്കാട് സിനിമകൾ അഭിനയിച്ചുള്ള മമ്മൂട്ടി അടുത്ത കാലത്ത് ഈ കോവിഡിനും പ്രളയത്തിനൊക്കെ തൊട്ടു മുമ്പായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തയ്യാറായതായിരുന്നു. പിന്നീട് കോവിഡും പ്രളയമൊക്കെ വന്നുകൊണ്ട് നടന്നില്ല. uh, 72 വയസ്സായി മമ്മൂട്ടിക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ അടുത്ത കാലത്ത് എടുത്തു പറഞ്ഞുള്ളത് ഈ 42 വർഷമായിട്ട് അദ്ദേഹം സിനിമയിലുണ്ട് എന്നാണ്. അനുഭവങ്ങൾ, പാളിച്ചകൾ മുതൽ അദ്ദേഹം സിനിമയിലുണ്ട്. അങ്ങനെയുള്ള മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ, അത് ജോഷി സംവിധാനം ചെയ്തിട്ടുള്ള നമ്പർ 20 മദ്രാസ് മെയിലാണ്. അതിൽ മോഹൻലാലാണ്
പ്രധാന കഥാപാത്രം മമ്മൂട്ടിയായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ടോണി കുരിശിങ്കൽ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിങ് ആണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. സിനിമ കാണാനല്ലേ? തുണി ഉറങ്ങാറായില്ലേ? ഞാൻ ടച്ച് ചെയ്തോട്ടാ, സ്മോൾ ടച്ച്. മറ്റൊരു സംവിധായകന്റെ പേര് ഈ സന്ദർഭത്തിൽ പറഞ്ഞില്ല എങ്കിൽ അതൊരു വലിയ തെറ്റായിരിക്കും. KG ജോർജ്. KG ജോർജിന്റെ യവനികയിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചേ പറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. യവനികയില് അദ്ദേഹം കേന്ദ്ര കഥാപാത്രമൊന്നല്ല, പക്ഷെ അദ്ദേഹം ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നു. ആ വേഷം പ്രധാനപ്പെട്ടൊരു വേഷമാണ്, ചെറിയ വേഷമാണ് എങ്കിലും. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കൻ അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കില് അദ്ദേഹം ഒരു ചെറിയ വേഷത്തിൽ വരുന്നുണ്ട്. അതില് പ്രേംസാഗർ എന്നുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള, സിനിമ പിടിക്കണമെന്നുള്ള KG ജോർജിന്റെ ആഗ്രഹം ആണ് ഈ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ സാർത്ഥകമായത്. ശോഭയുടെ ആത്മഹത്യ ആയിരുന്നു പ്രചോദനം ആ ചിത്രത്തിന് എന്ന് KG ജോർജ് ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അതില് പ്രേം നസീറിന്റെ ഒരു കഥാപാത്രമാണ് പ്രേംസാഗർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ചെറിയ റോളുകളിൽ അദ്ദേഹം കുറച്ച് വന്നിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചില ചെറിയ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അഭിനയിക്കുമ്പോ ഈ ചുറ്റും നിൽക്കുന്നവരെ കാണരുത്, മനസ്സിലായോ? ഇവരല്ല നമ്മുടെ ഓഡിയൻസ്. ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ കയറുന്നവരാ നമ്മുടെ ഓഡിയൻസ്. KG ജോർജിന്റെ തന്നെ മറ്റൊരാള്, KG ജോർജിന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള മറ്റൊരാള് കരമനയാണ് അതില് കേന്ദ്ര കഥാപാത്രം. കരമനയും സീമിയുമാണ് കേന്ദ്ര കഥാപാത്രം. CB ബാലകൃഷ്ണന്റെ ഒരു കൃതി ആധാരമാക്കിയിട്ടുള്ള ഈ സിനിമയില് ഉർവശിയും മമ്മൂട്ടിയും അവതരിപ്പിക്കുന്നത് കരമനയും സീമയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ സുഹൃത്തുക്കളായിട്ടാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സീമയുടെ കഥാപാത്രത്തെ കരമനയുടെ കഥാപാത്രത്തിന്റെ അരികിലേക്ക് ഒടുവില് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ വിജയിച്ചു എന്ന് സന്തോഷിക്കുന്ന കഥാപാത്രങ്ങളാണ് മമ്മൂട്ടിയുടെയും ഉർവശിയുടെ കഥാപാത്രങ്ങൾ ഈ ചിത്രത്തില്. മമ്മൂട്ടി ഈ ചിത്രത്തില് ഈ സന്തോഷത്തിലൊരു പാട്ടും പാടുന്നുണ്ട്. ആലപ്പുഴക്കാരൻ കേശവനാങ്ങള എന്നിട്ടുള്ള ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഈ തരത്തില് കേന്ദ്ര കഥാപാത്രങ്ങളല്ലാതെയും കുറച്ച് ചിത്രങ്ങളില് മമ്മൂട്ടി വന്നിട്ടുണ്ട്. സാറ് നാട്ടിൽ പോകുന്നില്ലേ? ബസ് കയറ്റി വിട്ട് അവര് പൊയ്ക്കോളും. ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാകുമ്പോ പോയാ മതിയല്ലോ. പോയാൽ ഗിരിയെ ഞാനവിടെ കണ്ടായിരുന്നു. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല.
മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഒരു ബയോപിക്കാണ് ആ സിനിമ. അംബേദ്കറെ കുറിച്ചുള്ള സിനിമ. അതില് അദ്ദേഹം അംബേദ്കർ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പക്ഷെ ദളിത് എന്നുള്ള വാക്ക് തന്നെ പ്രചാരത്തില് കൊണ്ടുവന്നത് അംബേദ്കർ ആയിരിക്കണം. ആ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മയില് പ്രശസ്ത നാടകൃത്തായിട്ടുള്ള ജബ്ബാർ പട്ടേലാണ്. ജബ്ബാർ പട്ടേലിനെ പണ്ട് ശിവാജി പാർക്കിൽ വെച്ചിട്ട് പരിചയപ്പെട്ടൊരു ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ നാടകങ്ങള് അദ്ദേഹം സിനിമാ സംവിധായകനാകുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. പൂനെയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെന്ന് വിചാരിക്കുന്നു, തീഫുൾ റാണി ആണ് ഉണ്ടായി. അത് ബർണാഡ് ഷായുടെ പിഗ്മാലിയൻ, പൂല ദേശ്പാണ്ഡെ, PL ദേശ്പാണ്ഡെ, അദ്ദേഹം അത് മറാഠിയിലേക്ക് മറാഠി രൂപാന്തരം ചെയ്തതാണ് ജബ്ബാർ പട്ടേല് നാടകമാക്കിയത്. അതേപോലെ ജബ്ബാർ പട്ടേല് സംവിധാനം ചെയ്തിട്ടുള്ള പ്രശസ്തമായ നാടകമാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എറണാകുളത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. തെണ്ടുൽക്കറുടെ നാടകം. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ തന്നെയാണ് ബ്രെക്റ്റിന്റെ പ്രശസ്തമായ 3 penny ഓപ്പറയുടെ മറാഠി രൂപാന്തരമായിട്ടുള്ള തീൻ പശ്ചാത്തല ഭാഷ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നാടകങ്ങളിൽ ഒന്നായിട്ട് ഈ തീൻ പശ്ചാത്തല ഭാഷ മനസ്സിലുണ്ട്. മ്യൂസിക്കൽ പോലത്തെയുള്ള ഒരു നാടകമായിരുന്നു. ജബ്ബാർ പട്ടേല് സിനിമകളും ചെയ്തിട്ടുണ്ട്. ആ സിനിമകളിലെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് അംബേദ്കർ. അത് കേരളത്തിൽ വേണ്ടത്ര പ്രദർശിപ്പിക്കപ്പെടേണ്ടെന്ന് അറിയില്ല. അതിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. Though I was born a Hindu, I solemnly assure you that I will not die as a Hindu. Dr. Baba Saheb Ambedkaransa! Dr. Baba Saheb Ambedkaransa! ജബ്ബാർ പട്ടേലിന്റെ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. മണിരത്നത്തിന്റെ സിനിമയില് ദളപതിയില് മമ്മൂട്ടി ഒരു കഥാപാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതില് പ്രധാന കഥാപാത്രമല്ല, ആ വേഷവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ്. പക്ഷെ കേന്ദ്ര കഥാപാത്രമല്ല. എന്നാൽ കേന്ദ്ര കഥാപാത്ര സുഹൃത്തും അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ അതും ആ വേഷവും പ്രത്യേകം പരാമർശിക്കപ്പെടുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. உங்களுக்கு இப்ப என்ன வேணும்? நாங்க என்ன செய்யணும்? நிறுத்தணும், எல்லாத்தையும் நிறுத்தணும். முடியாது.
ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത 2 സിനിമകളിലെ മമ്മൂട്ടിയുടെ പ്രകടനവും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഒരു സിനിമയില് അദ്ദേഹം കേന്ദ്ര കഥാപാത്രം തന്നെയാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നുള്ള സിനിമയില് അദ്ദേഹം ഒരു തുന്നൽക്കാരനും മറ്റാണ് തോന്നുന്നു ആ സിനിമയിൽ. കണ്ടവരുടെ കൂടെ കറങ്ങി നടന്ന അച്ഛൻ അറിയൂലേ? ആരാടാ കണ്ടവര്? മറ്റൊരു സിനിമയില് അദ്ദേഹം 2 കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളാണ്. മമ്മൂട്ടിയുടെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ആ സിനിമയില്. ടി വി ചന്ദ്രന്റെ പൊന്തന്മാട എന്നുള്ള സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സി വി ശ്രീരാമന്റെ 2 കൃതികളെ ആധാരമാക്കിയിട്ടുള്ള ഒരു സിനിമയാണത്. ശ്രീമത്തമ്പുരാനും പൊന്തന്മാടയും. ഈ 2 കൃതികളെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ് പൊന്തന്മാട. ഈ സിനിമയില് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട അഭിനേതാക്കളാണ് അഭിനയിക്കുന്നത്. ഒരാള് മമ്മൂട്ടി, മറ്റൊരാള് മലയാളിയല്ല. പണ്ട് ഞാൻ അഭിമുഖം ചെയ്തിട്ടുള്ള ഒരാളാണ് നസറുദ്ദീൻ ഷാ. അദ്ദേഹത്തെ ഞാൻ അന്നത്തെ അഭിമുഖം പണ്ട് മാതൃഭൂമി ആഴ്ചപ്പേപ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം നാടക സംവിധായകനും കൂടിയാണ്. അദ്ദേഹം എറണാകുളത്ത് മോഹൻലാലിന്റെ ആ ഒരു നാടകശാലയില് അവിടെയാണ് അത് അവതരിപ്പിച്ചതിന്റെ ഓർമ്മ. അന്തികണി എന്നുള്ള നാടകം, സോഫോക്ലസിന്റെ അന്തികണി എന്നുള്ള നാടകം അദ്ദേഹം സംവിധാനം ചെയ്തത് ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു മലയാളിയുടെ മലയാളി സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ദ ഹണ്ട് എന്നുള്ള സിനിമ, ആ സിനിമ അഭിനയിക്കാൻ വാഗമണ് വന്ന കാലത്താണ് ഞാൻ അദ്ദേഹമായിട്ട് അഭിമുഖം നടത്തിയത്. അപ്പൊ അതില് ഈ പൊന്തന്മാടയില് ഇവര് 2 പേരും പ്രധാന കഥാപാത്രങ്ങളാണ്. അതിലൊരു രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ ശ്രീമത്തമ്പുരാൻ, അതായത് നസ്രുദ്ദീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം ഒരു വീടിന്റെ 2ാം നിലയിലോ മറ്റുള്ള ഒരു മുറിയിലാണ്. അപ്പോൾ പൊന്തന്മാട അദ്ദേഹം അതില് ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്. ഒരു പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള വേഷമാണ്. പാളത്തൊപ്പിയൊക്കെയാണ്. പൊന്തന്മാട, മമ്മൂട്ടിയുടെ പൊന്തന്മാട, അതില് ഈ കവുകിന്റെ മുകളിൽ കയറിയിട്ട് ഈ ജനലിന്റെ തൊട്ടപ്പുറത്ത്, അതായത് ഈ 2ാം നിലയിലോ മറ്റുള്ള ശ്രീമത്തമ്പുരാൻ ഇരിക്കുന്ന മുറിയുടെ ജാലകത്തിന്റെ അപ്പുറത്ത് ഈ കവിങ്ങില് കയറി വന്നിട്ട് അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു രംഗം ഞാൻ ഓർമ്മിക്കുകയാണ്. ടി വി ചന്ദ്രന്റെ ഈ 2 പടങ്ങളും മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് ഈ സിനിമകളൊക്കെ ഇടുന്നതിലൊക്കെ തെരഞ്ഞു പിടിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ടി വി ചന്ദ്രൻ സിനിമകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് 3ാമത്തെ ടി വി ചന്ദ്രൻ സിനിമയെ കുറിച്ച് ഓർത്തത്. ആ ചിത്രം ഡാനിയാണ്. ഞാൻ എഴുതണമെന്ന് വിചാരിച്ചൊരു സിനിമയാണ്. എഴുതാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട്. ഡാനിയില് ഈ ഒരർത്ഥത്തില് ദുർബലനായൊരു കഥാപാത്രമാണെന്ന് പറയാം. വളരെ വീര പരാക്രമിയൊന്നുമല്ല ഡാനി. ഡാനി ഭാര്യ പറഞ്ഞത് കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവാണ്. അതിലൊരു രംഗം സവിശേഷമായ ഒരു രംഗമാണ്. ഒരു
ബ്രക്റ്റിയൻ എന്ന് പറയാവുന്ന ഒരു രംഗം, ഒരു അന്യവൽക്കരണ രീതി ഉപയോഗിച്ചുള്ള രംഗം എന്ന് വേണമെങ്കിൽ പറയാം. വാണി വിശ്വനാഥാണ് ഭാര്യയായിട്ടുള്ളത്. ആ ചിത്രത്തിന്റെ മറ്റൊരു കാര്യം പെട്ടെന്ന് ഓർക്കുകയാണ്. അതില് ഈ ഒരു കോളാധ്യാപികയാണ് വാണി വിശ്വനാഥ്. അപ്പോ വാണി വിശ്വനാഥ് ഗർഭിണിയാണ്. അപ്പോ ഭർത്താവ് ഡാനിയോടൊരു കാര്യം പറയുന്നുണ്ട്. ഈ തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞ് ഡാനിയുടെ അല്ല. ഈ വാണി വിശ്വനാഥിന്റെ ഭർത്താവായിട്ട് വരുന്ന ഈ കഥാപാത്രത്തിന്റെ ഭർത്താവായിട്ട് വരുന്ന ഈ ഡാനി തുടക്കത്തിൽ എവിടെയോ അദ്ദേഹത്തിനൊരു എവിടെയോ കൊണ്ടുവന്നാക്കുകയാണ്. കേരളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തില് പെട്ടെന്ന് മമ്മൂട്ടി നമ്മളെ നോക്കിയിട്ട്, പ്രേക്ഷകരെ നോക്കിയിട്ട് കണ്ണിറുക്കുകയൊക്കെ ചെയ്യും. ഇത് പറയും, ഞാനാണ് മമ്മൂട്ടി. സാധാരണഗതിയിൽ ഒരു സിനിമയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു രംഗമാണ്. പക്ഷെ അത് മലയാള സിനിമയിലെ അപൂർവം രംഗങ്ങളിൽ ഒന്നാണ്. ഒരു അപൂർവം എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു ബ്രക്റ്റിയൻ, ബെർട്ടോൾഡ് ബ്രെക്റ്റ് അന്യവൽക്കരണ സിദ്ധാന്തം, എലിനേഷൻ സിദ്ധാന്തത്തിന്റെ ആളാണല്ലോ. അദ്ദേഹം പറയുന്നത് വെച്ചാല് അഭിനയിക്കുമ്പോ, ഇപ്പൊ ഷൺമുഖദാസ് അഭിനയിക്കുമ്പോ, ഷൺമുഖദാസ് ഹാംലെറ്റ് ആയിട്ടോ മാക്ബത്ത് ആയിട്ടോ അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു ബോധം എപ്പോഴും വേണം. ഞാൻ ഷൺമുഖദാസാണ്, മാക്ബത്തായിട്ട് അഭിനയിക്കുന്നു എന്നേ ഉള്ളൂ. ആ ഒരു അന്യവൽക്കരണ അകലം വേണമെന്ന് പറയാറുണ്ട്. അത് നാടകത്തിൽ ധാരാളം പറയാറുണ്ട്. അത് ജി ശങ്കരപ്പിള്ള മലയാളത്തില് ആ ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം അതിന്റെ ഈ കലാപരമായ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബ്രെക്റ്റിന്റെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം അത് വേണ്ടത്ര അവതരിപ്പിച്ചിട്ടില്ല എന്ന് ഇടതുപക്ഷക്കാര് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു രംഗം മലയാള സിനിമയിൽ അങ്ങനെ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാന്ന് എനിക്ക് തോന്നണേ. ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക്, ഇന്ത്യൻ സിനിമ ഉണ്ടാവാൻ വഴിയുണ്ട്. കേതൻ മേത്തയുടെ ഏതൊരു സിനിമയെ, മിർച്ചി മസാല അല്ലെ, കേതൻ മേത്തയുടെ ഒരു സിനിമയില് ഈ തരത്തില് ചിലതുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇന്ത്യൻ സിനിമയില് ഈ ബ്രെക്റ്റിന്റെ അന്യവ്യാകരണം ഉണ്ടാകാൻ സാധ്യതയില്ല. മകളെ, ക്ലാര എപ്പോഴാണ് മരിച്ചത്? 4 വർഷമായി. നീ മമ്മിയാൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട എന്തിനാണ് പപ്പാനെ ടച്ചും പോകുന്നതെന്ന്? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ രീതിയിൽ ശരീരം അടക്കം ചെയ്യണം. പള്ളിക്കാര് സമ്മതിക്കുന്നു തോന്നണില്ല. ഈ ഇടവകയിലുള്ള ആളല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ വേണ്ടിവരും. നമ്മുടെ പറമ്പിൽ ഒരു ക്രിസ്ത്യാനിയുടെ ശവം അടക്കേ? എന്തേ, ഭൂമികൾ കൊണ്ടാവോ? ഞാൻ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. നായര് വേണ്ടതൊക്കെ ചെയ്യ, വെറുതെ ബഹളം ഉണ്ടാക്കാണ്ട്. മമ്മൂട്ടിയുടെ സിനിമ ജീവിതത്തില് ഇനിയും നാഴികക്കല്ലും ഉണ്ടാകും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ് ഈ പ്രേക്ഷകനുള്ളത്. 2 വട്ടം അദ്ദേഹത്തെ നേരിൽ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഒരിക്കല് മലയാറ്റൂരടുത്ത് ഇല്ലിത്തോട്, അവിടെ ഒരു മഹാഗണി തോട്ടത്തിലാണെന്ന് തോന്നുന്നു, സിനിമ അപരിചിതനായിരുന്നു തോന്നുന്നു. അതിന്റെ അടുത്ത് ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടൊരു ഒരു വീട്ടില് താമസിക്കുന്ന സന്ദർഭത്തിലാണ് അടുത്ത ഷൂട്ടിംഗ് ഉണ്ട് കണ്ടപ്പോ അറിഞ്ഞ സന്ദർഭത്തില് അവിടെ ചെന്നപ്പോ മമ്മൂട്ടിയെ കാണാനുണ്ടായി. സംവിധായകനോ ഛായാഗ്രഹകനോ മറ്റോ പരിചയപ്പെടുത്തുകയുണ്ടായി. മറ്റൊരു സന്ദർഭം പി ടി കുഞ്ഞുമുഹമ്മദ് അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു, അതിന്റെ ആ സന്ദർഭത്തിൽ വിരുന്നിനോ മറ്റോ പോയ സന്ദർഭത്തില് അദ്ദേഹം പി ടിയും പരിചയപ്പെടുത്തുകയുണ്ടായി.
മമ്മൂട്ടിയെ കുറിച്ച് പുസ്തകങ്ങൾ മലയാളത്തിൽ അധികം വന്നിട്ടില്ല. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നിരൂപകനായിട്ടുള്ള ചലച്ചിത്ര നിരൂപകനായുള്ള CH വെങ്കടേശ്വരൻ സിനിമയിലെ അഭിനേതാക്കളെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊരു അധ്യായവും മറ്റുമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകള് ഈ സന്ദർഭത്തില് മമ്മൂട്ടിയെ കുറിച്ച് ഒരു പുസ്തകം, അത് എത്ര ചെറിയ പുസ്തകമാണെങ്കിലും ഒരു പുസ്തകം എഴുതുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി.